ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ ആൻഡ് സ്ലേ. എന്നെടുക്കാൻ പോകുന്ന ചാപ്റ്റർ ബ്ലോക്ക് 3 യൂണിറ്റ് 2 പോർട്ട് ഓഫ് കോൾഡ് ആണ്. ഇതൊരു റോമൻ കോമഡിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് പ്ലോട്ടസ് ആണ്. ഓക്കെ, റോമൻ കോമഡി എന്താണെന്നൊക്കെ യൂണിറ്റ് 1 ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. സോ പോർട്ട് ഓഫ് കോൾഡിൽ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഈ ഒരു റോമൻ പ്ലേ നടക്കുന്ന ഒരു സ്റ്റേജ് സെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പോർട്ട് ഓഫ് ഗോൾഡ് ഈസ് എ കണ്ടിന്യൂസ് പ്ലേ വിത്തൗട്ട് ഡിവിഷൻ ഇൻറ്റു ആക്ട് ഓർ സീൻസ്. പോർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു തുടർച്ചയായ പ്ലേ ആണ്. അത് ആക്റ്റും സീൻസൊന്നും ആയിട്ട് ഡിവൈഡൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ പ്ലേ നടക്കുന്നത് ഒരു സ്ട്രീറ്റ് ഇൻ അഥൈൻസ് മോഡലാണ്. അതായത് അഥൈൻസിലെ ഒരു സ്ട്രീറ്റ് മോഡലിലാണ് സ്റ്റേജിനെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, റോമൻ പ്ലേ ഒക്കെ അന്ന് നടന്നിരുന്ന സ്റ്റേജൊക്കെ ലെങ്ത്ത് വൈസാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന്. അപ്പോൾ ലെങ്ത്ത് വൈസ് ആകുമ്പോൾ അത് കാണുമ്പോൾ ഒരു സ്ട്രീറ്റ് പോലെ തന്നെ തോന്നും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജ് ഈ ഒരു പ്ലേക്ക് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു സ്റ്റേജാണ് അന്നത്തെ റോമൻ കോമഡിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേജ്. സോ അതാണ് ഇവിടെ പറയുന്നത്. ദിസ് മൈറ്റ് ഹാവ് സ്യൂട്ടഡ് ദ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേജ് ജനറലി സീൻ ആസ് ലെങ്ത് വൈസ്. അക്കോർഡിംഗ് ടു സ്റ്റേജ് ഇൻസ്ട്രക്ഷൻ ദിസ് ടു ഹൗസസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഷ്രൈൻ ഡെഡിക്കേറ്റ് ടു ഫിഡസ് റെപ്രസെൻറ്റിംഗ് ട്രസ്റ്റ്. അതായത് ഈ സ്റ്റേജിൽ ഒരു കോർണറിലായിട്ട് ലെങ്ത് വൈസ് സ്റ്റേജാണെന്ന് ഓർമ്മിക്കുക. അതിൻ്റെ കോർണറിലായിട്ട് 2 ഹൗസ് ഉണ്ട്. ആ 2 ഹൗസിനെയും ഒരു ഷ്രൈൻ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സെപ്പറേഷൻ പോലെ ഒരു ഷ്രൈൻ ഉണ്ട്. ആ ഷ്രൈൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ട്രസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിൽ ഇനി അടുത്തതായിട്ട് വരുന്നത് പ്ലേ തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രൊലോഗാണ്. പ്രൊലോഗ് എന്ന് പറയുന്നത് ഒരു പ്ലേ തുടങ്ങുമ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് സംസാരിക്കുന്ന നരേറ്റ് ചെയ്യുകയാണ്. സ്റ്റോറീൻ്റെ കാര്യങ്ങൾ നരേറ്റ് ചെയ്യും. ആരോട്? ഓഡിയൻസുമായിട്ട് നരേറ്റ് ചെയ്യുന്നതാണ് പ്രൊലോഗ്. പ്രൊലോഗിൽ ചില സമയം കോറസാണ് വരാറ്, ചില സമയം ആ പ്ലേയിൽ തന്നെ ഉള്ള ഒരു ക്യാരക്ടർ വരും, അല്ലെങ്കിൽ പ്ലേയിൽ ഇല്ലാത്തൊരു ക്യാരക്ടർ വന്നിട്ട് കഥ കുറച്ച് നരേറ്റ് ചെയ്യും, തുടക്കം ഇട്ട് കൊടുക്കും. ഓക്കെ, അതാണ് പ്രൊലോഗ്. ഈ പ്രൊലോഗിൽ വരുന്നത് ഈ പ്ലേയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറായ ലാർ ഫെമിലിയാരിസ് ആണ്. ലാർ ഫെമിലിയാരിസ് എന്ന് പറയുന്നത് ഒരു ദൈവമാണ്. അതായത് യൂക്ലിയോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതിലുണ്ട്. യൂക്ലിയോ എന്ന് പറയുന്നത് ഒരു പിശുക്കനായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു ദൈവമാണ് ലാർ ഫെമിലിയാരിസ്. അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന, അവരുടെ വീട്ടിൽ ഗാർഡിയൻ സ്പിരിറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് ലാർ ഫെമിലിയാരിസ്. അപ്പോൾ ലാർ ഫെമിലിയാരിസ് ആണ് ഈ പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത്, സ്റ്റേജിലേക്ക് വന്നിട്ട് പ്രൊലോഗിൽ നരേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അദ്ദേഹം നരേറ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചാണ് ഫസ്റ്റ് തന്നെ നമുക്ക് പ്ലേയിൽ കാണാൻ പറ്റുക. ദ പ്ലേ ബിഗിൻസ് വിത്ത് എ സ്പീച്ച് ബൈ ലാർ ഫെമിലിയാരിസ് ഓർ ദ ഹൗസ് ഹോൾഡ് ഗോഡ്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ലാർ ഫെമിലിയാരിസ് എന്ന് പറയുന്ന ഈ ഒരു ദൈവം എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഓഡിയൻസിന് ഇട്ട് കൊടുക്കും അല്ലേ. അതായത് ഈ കഥ എന്തിൻ്റെ ബേസ് ആണെന്നുള്ള ഓഡിയൻസിന് എന്തായാലും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അദ്ദേഹം ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് ഇനി നടക്കാൻ പോകുന്നത്, ഈ പ്ലേയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന ഒരു ഔട്ട്ലൈന് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ എന്തുണ്ട്? പോട്ട് ഓഫ് ഗോൾഡ് ഉണ്ട്. ഈ വീട്ടിൽ കുഴിച്ചിട്ട സ്വർണ്ണ നിധിയുണ്ട്. അത് ആദ്യം ആരോടാണ് പറഞ്ഞു കൊടുക്കുന്നത്? റോമൻ ഓഡിയൻസിനോടായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഈ വീട്ടിലുള്ളവർക്കൊന്നും ഈ കാര്യത്തിനെ പറ്റിയിട്ട് അറിയില്ല എന്നുള്ള കാര്യം പറയുകയാണ്. അതായത് ഈ വീട്ടിലിരിക്കുന്ന ഇപ്പോൾ യൂക്ലിയോൻ്റെ വല്യച്ഛൻ, ഗ്രാൻഡ് ഡാഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പോട്ട് ഓഫ് ഗോൾഡ് ഈ വീട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ കാര്യം എന്നോട് പറഞ്ഞിട്ട് എന്നോട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാനാണല്ലോ ഈ വീട്ടിൻ്റെ ഗാർഡിയൻ. അപ്പോൾ എന്തായിട്ടുണ്ട്? ലാർ ഫെമിലിയാരിസ് ആയ എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സീക്രട്ടായിട്ട് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. യൂക്ലിയോൻ്റെ അച്ഛനും വന്നപ്പോഴായാലും അവരോടൊന്നും ഈ കാര്യം ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ആരാണ്? യൂക്ലിയോ ആണ്. യൂക്ലിയോ എന്താണ്? യൂക്ലിയോ ലാർ ഫെമിലിയാരിസിന് അങ്ങനെ വാല്യൂ കൊടുക്കുകയും ചെയ്യാറില്ല. വാല്യൂ മീൻസ് ഇങ്ങനെ പൂജിക്കുകയോ പ്രതിഷ്ഠിക്കുകയോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഡെയിലി ലൈഫിൽ കൊടുക്കാത്തതുകൊണ്ട് തന്നെ യൂക്ലിയോനെയും ആർക്ക് വലിയ കാര്യമില്ല, ലാർ ഫെമിലിയാരിസിന് വലിയ കാര്യമില്ല. പക്ഷേ യൂക്ലിയോൻ്റെ ഡോട്ടറായ ഫെഡ്രിയ എന്ത് ചെയ്യാറുണ്ട്? ലാർ ഫെമിലിയാരിസിന് നല്ലോണം വാല്യൂ കൊടുക്കാറുണ്ട്. വന്നിട്ട് പൂജിക്കുകയും ഒക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ദൈവത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആരാണോ അവരോടാണ് ദൈവത്തിന് ഇഷ്ടമുണ്ടാകുക അല്ലേ. അതുകൊണ്ട് പോലെ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. യൂക്ലിയോൻ്റെ ഡോട്ടറായ ഫെഡ്രിയ എപ്പോഴും ഈ ലാർ ഫെമിലിയാരിസിനെ പൂജിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടും റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ലാർ ഫെമിലിയാരിസിന് ഈ പോട്ട് ഓഫ് ഗോൾഡ് ഇവിടെയുള്ള കാര്യം ആരെ അറിയിക്കണം എന്നുണ്ട്?
യൂക്ലിയോനെ അറിയിക്കണമെന്നുണ്ട്. യൂക്ലിയോനെ അറിയിച്ചാലല്ലേ ഫെഡ്രിയൻ്റെ കല്യാണമൊക്കെ നല്ല രീതിയിൽ യൂക്ലിയൊക്കെ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ മകളല്ലേ. അപ്പോൾ അതുകൊണ്ട് ലാറ് തീരുമാനിക്കും. ലാർ എന്ന് പറയുന്നത് ലാർ ഫെമിലിയാസ്, അതിന് ഷോർട്ടാക്കിയിട്ടാണ് ഇവിടെ ലാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലാറ് തീരുമാനിക്കുകയാണ് എന്ത്, ഇനി ഞാൻ ഈ ഒരു ഇൻഫോർമേഷൻ, ഈ പോട്ട് ഓഫ് ഗോൾഡിൻ്റെ ഇൻഫോർമേഷൻ പറയാൻ വേണ്ടി പോവുകയാണെന്ന് ഓഡിയൻസിനോടാണ് ഫസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അത്രയാണ് ആ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനുശേഷം ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഷുഡ് എനി വണ്ടർ ഹൂ ഐ ആം, ഐ വിൽ മേക്ക് ഇറ്റ് ബ്രീഫ്, എ ഹൗസ് ഹോൾഡ് ഗായ് ആം ഐ ആൻഡ് ഹിയർ ഫ്രം വെൻസ് ഐ കെയിം. ഇതൊക്കെ ലാർ ഫെമിലിയാരിസിൻ്റെ പ്രൊലോഗിലെ ഡയലോഗ്സ് ആണ്. അതപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് തിരിയും എന്താണ് അതിൽ പറയുന്നത്. ഇതിൽ വേറൊരു ഇൻഫോർമേഷൻ ലാർ ഫെമിലിയാരിസ് ജനങ്ങൾക്ക്, അതായത് ഓഡിയൻസിനായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഫെഡ്രിയ ഇപ്പോൾ റേപ്പ്ഡ് ആണെന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. അത് യൂക്ലിയോൻ്റെ ഡോട്ടറായ ഫെഡ്രിയ റേപ്പ്ഡ് ആണ്. അവളെ റേപ്പ് ചെയ്തത് ഒരു യങ് മാൻ ആണ്. അപ്പർ ക്ലാസ്സിലെ ഒരു യങ് മാൻ, കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു യങ് മാനാണ് ഫെഡ്രിയയെ റേപ്പ് ചെയ്തിട്ടുള്ളത്. ആ കാര്യം ആർക്കറിയില്ല, ഫെഡ്രിയക്കും അറിയില്ല, അവളുടെ അച്ഛനായ യൂക്ലിയോക്കൊന്നും ആ കാര്യം അറിയില്ല എന്നുള്ള കാര്യം ഇത് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ലാർ ഫെമിലിയാരിസ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഡയലോഗ്സിൽ നമുക്ക് വേണ്ടി കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫെഡ്രിയനെ റേപ്പ് ചെയ്തത് ഒരു മിഡ് നൈറ്റ് റിബൽസ് ഓഫ് ദ സെറസ് ഫെസ്റ്റിവൽ, ഒരു ഫെസ്റ്റിവലിൻ്റെ ഇടയിലാണ് റേപ്പ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ കാര്യങ്ങൾ ഇൻഫർമേഷനൊക്കെ പ്രലോഗിലൂടെ ആര് പറഞ്ഞു കൊടുക്കുകയാണ്, ലാർ ഫെമിലിയാരിസ് റോമൻ ഓഡിയൻസിൻ്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അത്രയും കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. അതിനുശേഷം വരുന്നത് അടുത്ത ലൈൻ. The door flies open and Euclio the miser emerges angrily, swinging a club at his ancient female servant. He is filthy, wearing tattered garments. അതായത് യൂക്ലിയോ പാവപ്പെട്ടവനായാൽ പോലും അവന് ഒരടിമയുണ്ട്, അവനക്കൊരു സ്ലേവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും പാവപ്പെട്ടവർക്ക് എങ്ങനെയാണ് അടിമകളുണ്ടാവുക. യൂക്ലിയോ പാവപ്പെട്ടവനായാലും അവന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ, കുറച്ച് ലാൻഡ്സ് ഒക്കെ ഉണ്ട്, ഒരു ലാൻഡ് ലോഡാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു സ്ലേവ് ഉണ്ട്. സ്ലേവിൻ്റെ പേര് സ്റ്റെഫ്ല എന്നാണ്. അപ്പോൾ അതൊക്കെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഈ യൂക്ലിയോൻ്റെയും സ്റ്റെഫ്ലിൻ്റെയും ഇടയിലുള്ള കോൺവെർസേഷൻ നമുക്ക് ത്രൂ ഔട്ട് ദ പ്ലേ കുറേ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അന്നത്തെ കാലത്ത് റോമൻ ടൈമിൽ എങ്ങനെയാണ് ഒരു മാസ്റ്റർ അവരുടെ സ്ലേവിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്ലോട്ടസ് വളരെ മനോഹരമായിട്ട് ഒരു കോമിക് മോഡിലൂടെ ഈ പ്ലേയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിയൻസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ ബ്രൂട്ടലായിട്ടാണ് അന്നത്തെ മാസ്റ്റേഴ്സ് സ്ലേവ്സിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ലൈൻസിൽ നമുക്ക് കാര്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുക. ഒരു ഫീമെയിൽ സ്ലേവാണ് കേട്ടോ അദ്ദേഹത്തിനുള്ളത്, സ്റ്റീഫ്ല എന്നാണ് പേര്, അത് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക. സോ നെക്സ്റ്റ് അടുത്തത് ആ സെക്ഷനാണ് പറയുന്നത് യൂക്ലിയോ ആൻഡ് ദ സ്ലേവ്സ്. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്ലേ എക്സ്റ്റാബ്ലിഷ് യൂക്ലിയോസ് മിസറിനെസ്. അദ്ദേഹം വളരെ പിശുക്കനാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിശുക്കത്തരമൊക്കെ നമുക്ക് ഈ പ്ലേയിൽ വളരെ കോമിക് മോഡിലൂടെ യൂസ് ഓഫ് ഹ്യൂമറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഹിസ് ഇറാറ്റിക് ബിഹേവിയർ വിത്ത് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ്സ് ടു ഹിസ് ഹൗസ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഹറാങ്ക്യൂയിങ് വിത്ത് ദ സെർവൻറ്റ്. അപ്പോൾ അദ്ദേഹം യൂക്ലിയോ അറിഞ്ഞു എന്ത് പോട്ട് ഓഫ് ഗോൾഡ് ഉള്ള കാര്യം. യൂക്ലിയോനെ ആരറിയിച്ചു, ലാർ ഫെമിലിയാരിസ് അറിയിച്ചു. അപ്പോൾ അദ്ദേഹം എന്താക്കുന്നു, അദ്ദേഹം ഓൾറെഡി പിശുക്കനാണല്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു നിധി എൻ്റെ വീട്ടിലുണ്ടെന്ന് അറിയുമ്പോൾ അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ ആകുകയാണ്. അദ്ദേഹം വീട്ടിലേക്ക് മുന്നോട്ട് പോകുന്നു, തപ്പുന്നു, അത് അവിടെ തന്നെ ഉണ്ടോ നോക്കുന്നു, ആദ്യം തിരിച്ചു വരുന്നു. അങ്ങനെ എന്താ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് പ്ലേയിലൊട്ടാകെ കാണുന്നത്. സ്റ്റെഫിലിയ കൺവിൻസ് ദ ഓഡിയൻസ് ഓഫ് ഹിം ബീങ് എ മൈസർ. ഈ ടൈമൊക്കെ സ്റ്റെഫിലിയ എന്താക്കുന്നുണ്ട്, സ്റ്റെഫിലിയ എന്ന് പറയുന്ന സെർവൻറ്റ് ഓഡിയൻസിന് കൺവിൻസ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ പിശുക്കത്തരക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫിലിയ ഒന്നും അറിയില്ല ഇവിടെ ഒരു പോട്ട് ഓഫ് ഉള്ള കാര്യമായി, വെറും യൂക്ലിയെ അറിയൂ. യൂക്ലിയ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റിലൂടെ അതിങ്ങനെ തപ്പുന്നുണ്ട്, അത് അവിടെ ഉണ്ടോ പോയോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സ്റ്റെഫിലിയനോട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രൂട്ടലായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും അവളെ ചീത്ത വിളിക്കും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ടിപ്പിക്കൽ മാസ്റ്ററിൻ്റെ ബിഹേവിയർ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഓക്കെ,
ഇതിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹയറാർക്കി കാണാൻ പറ്റും ഈ ഒരു പ്ലേയിൽ. എന്ത് ഹയറാർക്കിയാ? ദർ ഈസ് എ ഡിഫറൻസ് ഇൻ സോഷ്യൽ ഹയറാർക്കി ബിറ്റ്വീൻ യൂക്ലിയോ ആൻഡ് സ്റ്റെഫില. യൂക്ലിയോ മാസ്റ്ററാണ് അല്ലേ, സ്റ്റെഫില അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പണിക്കാരാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഹയറാർക്കി നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേജിൽ 2 ഹൗസ് ഉണ്ട്. ഒരു ഹൗസ് യൂക്ലിയോൻ്റെയാണ്, മറ്റേ ഹൗസ് ആരതാണ്? മറ്റേ ഹൗസ് മെഗഡോറസ്. മെഗഡോറസ് എന്ന ക്യാരക്ടറിൻ്റെയാണ്. അദ്ദേഹം ഒരു റിച്ച് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ മെഗഡോറസും യൂക്ലിയോ, മെഗഡോറസ് റിച്ചാണ്, യൂക്ലിയോ പാവാണ്. അപ്പോൾ മെഗഡോറസും യൂക്ലിയോയും തമ്മിലുള്ള ഒരു ഹയറാർക്കി, യൂക്ലിയോയും സ്റ്റെഫിലയും തമ്മിലുള്ള ഒരു ഹയറാർക്കി, അങ്ങനെ നമുക്ക് ഈ ഒരു കഥയിൽ പ്ലേയിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് അവിടെ കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് take a look at Euclid's introduction in the play as a miser while also paying attention to his treatment of Stephyla. In Pot of Gold, Euclid beats up Stephyla. Stephyla വളരെയധികം അടിക്കൊക്കെ ചെയ്യുന്നുണ്ട്. The female servant calling her a snooperty and pernicious hang. അവളെ പല പേരുകളും വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രൂട്ടലായിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ഓഡിയൻസ് ആസ് സംവൺ ഹു ക്വസ്റ്റ്യൻസ് ഹെർ ഫെയ്റ്റ്. പക്ഷേ ഈ ഒരു കഥയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ റോമൻ പ്ലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് റോമൻ ടൈമിൽ സെർവൻസ് ഒക്കെ എല്ലാം സഹിച്ചിരിക്കുന്ന സെർവൻസ് ആയിരുന്നു. സ്ലേവ്സ് ഒക്കെ എന്താണോ അവരുടെ മാസ്റ്റേഴ്സ് പറയുന്നത് അതൊക്കെ സഹിച്ചും കൊണ്ടു നിന്ന സെർവൻസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു റോമൻ പ്ലേയിലൂടെ പ്ലോട്ടസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സെർവൻസിന്, ഈ സ്ലേവ്സിന് വോയിസ് കൊടുക്കുകയാണ്. അവർ ചോദ്യം ചെയ്യുകയാണ്, ആരെ? മാസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ പ്ലേയിൽ പ്ലോട്ടസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ സ്റ്റെഫില എന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നത്? ഇതിനേക്കാൾ നല്ലത് എനിക്ക് മരണമായിരുന്നു, ഇതിനേക്കാൾ ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫില അവളുടെ ഫെയ്റ്റിനെ, വിധിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് പിന്നെ യൂക്ലിയോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് ആര് ചെയ്തിരിക്കുന്നത്? പ്ലോട്ടസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു എന്താ പറയുക, സോഷ്യൽ സ്റ്റിഗ്മ ആയിട്ടുള്ള, അതായത് സ്ലേവ്സ് എന്ന് പറയുന്നത് നമ്മളുടെ അടിമയാണ്, അവർക്കൊരു ഇൻഡിവിജ്വലിസമും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുന്ന ഈ റോമൻ ഓഡിയൻസിന് മുന്നിൽ ഒരു സ്ലേവ് വന്നിട്ട് എന്താണ് അവരുടെ പാർട്ട്, അവരുടെ ഫെയ്റ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യൊക്കെ ചെയ്യുമ്പോൾ റോമൻ ഓഡിയൻസിൽ എന്താണ് അവർ ചിന്തിക്കും അല്ലേ, ഓക്കെ ഇവരും മനുഷ്യരാണ്, നമ്മൾ ഇങ്ങനെയൊന്നും ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു ബോധോദയം അവർക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് പ്ലോട്ടസ് ശ്രമിക്കുന്നത് കോമിക് വേയിലൂടെ. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഇതൊക്കെ സ്റ്റെഫിലയും യൂക്ലിയും തമ്മിലുള്ള സംസാരങ്ങളാണ്. സ്റ്റെഫില സ്വന്തം കാര്യം, അതായത് അവൾക്ക് വേണ്ടി വോയിസ് റൈസ് ചെയ്യുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, യൂക്ലിയനോട് എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ യൂക്ലിയോ ആൻഡ് സ്ലേവ്സ് എന്നുള്ള പാട്ട് അവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെക്ഷൻ, ദ മാരേജ് പ്രപ്പോസൽ ഇംപ്ലിക്കേഷൻ. ഇനി അവിടത്തേക്കൊരു കല്യാണാലോചന വരികയാണ്. കല്യാണാലോചന എന്ന് പറയുന്നത് പിന്നെ മെഗഡോറസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, ഓൾറെഡി ഒരു റിച്ച് മാനായ മെഗഡോറസ് എന്താ കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണം? അദ്ദേഹത്തിന് ഒരു യങ് ലേഡിനെ കല്യാണം കഴിക്കണം. അപ്പോൾ അദ്ദേഹം ആരെയാണ് മനസ്സിൽ കാണുന്നത്? യൂക്ലിയോൻ്റെ മകളായ ഫെഡ്രിയയാണ് അദ്ദേഹം മനസ്സിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ലാർ ഫെമിലിയാരിസിൻ്റെ പ്ലാനാണ് കേട്ടോ. ലാർ ഫെമിലിയാരിസ് എന്ത് ചെയ്യാൻ പോവാണ്? എല്ലാ കാര്യങ്ങളും സെറ്റാക്കാൻ പോവാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റാക്കാൻ പോകുന്നത്? അതായത് ഓൾറെഡി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫെഡ്രിയ ഓൾറെഡി റേപ്പിഡ് ആണ്. അപ്പോൾ ആ റേപ്പിഡായ ഫെഡ്രിയനെ അവളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം. അതുകൊണ്ട് പോർട്ട് ഓഫ് ഗോൾഡ് എവിടെയാണെന്നുള്ള കാര്യം യൂക്ലിയോനെ അറിയിച്ചു. അതിനുശേഷം ഫെഡ്രിയ ഓൾറെഡി റേപ്പ് ചെയ്തത് ആരാണെന്നൊക്കെ ലാർ ഫെമിലിയാരിസിന് അറിയാം. അതൊരു യങ് മാനാന്ന് പറഞ്ഞല്ലോ, അപ്പർ ക്ലാസ്സിലൊരു യങ് മാനാണെന്ന് പറഞ്ഞല്ലോ. അവനെ കൊണ്ട് തന്നെ ഫെഡ്രിയയെ കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു പ്ലാനിലാണ് ലാർ ഫെമിലിയാരിസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ലാർ ഫെമിലിയാരിസ് തന്നെയാണ് ഈ മാരേജ് പ്രൊപ്പോസൽ എത്തിക്കുന്നത്. അതായത് ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിങ്ങിലൂടെയാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഫെഡ്രിയൻ്റെ ലൈഫ് സെറ്റാക്കുക എന്നുള്ള മെയിൻ ലക്ഷ്യമാണ് ആർക്കുള്ളത്? ലാർ ഫെമിലിയാരിസിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമ മീൻസ് പിന്നെ ഫെഡ്രിയ എന്നുള്ള ക്യാരക്ടറിൻ്റെ ലൈഫ് സെറ്റാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ലാർ ഫെമിലിയാരിസ് ഉള്ളത്. ഓക്കെ, അത് അദ്ദേഹം പ്രൊലോഗിൽ തന്നെ വന്നിട്ട് പറയുന്നുണ്ട്. ഫെഡ്രിയൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്, അതിൻ്റെ ഉള്ളൊരു പ്ലാനാണ് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റുക. ആ പ്ലാനിലുള്ള ഒരു മെയിൻ സംഭവമാണ് ഈ മാരേജ് പ്രൊപ്പോസൽ. മെഗഡോറസ് എന്താക്കുന്നു? മെഗഡോറസിൻ്റെ പിന്നെ യുണോമിയ എന്നുള്ള സിസ്റ്റർ ഉണ്ട്.
ഓക്കെ. യുനോമിയ എന്ന് പറഞ്ഞ സിസ്റ്റർ മെഗഡോറസിനുണ്ട്. അവൾ വന്നിട്ട് മെഗഡോറസിനോട് പറയാണ്, നീ എന്താ കല്യാണം ഒന്നും കഴിക്കാത്തത്, നിനക്ക് കല്യാണം ഒക്കെ കഴിക്കണ്ടേ. ഓക്കെ. അപ്പോൾ അന്നേരം ആര് പറയുന്നുണ്ട്, മെഗഡോറസ് പറയുന്നുണ്ട്. സിസ്റ്റർ മാരേജ് റിക്വസ്റ്റ് പറയുമ്പോൾ മെഗഡോറസ് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ എന്താ ചെയ്യാൻ പോവാണ്, നമ്മുടെ നെയ്ബറിലുള്ള യൂക്ലിയോൻ്റെ ഡോട്ടറായിട്ടുള്ള ഫെഡ്രിയെ കല്യാണം കഴിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയും. അപ്പം യുനോമിയ എന്താ ഡിപ്പാർട്സ് ബട്ട് ഈസ് നോട്ട് വെരി ഹാപ്പി. അവൾ ഹാപ്പി അല്ല. കാരണം ഒന്നാമത് യൂക്ലിയോ ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സോഷ്യൽ ക്ലാസ്സിന് പറ്റിയതല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് യുനോമിയക്ക്. അപ്പോൾ യുനോമിയ പറയാണ്, ബ്രദർ പ്ലീസ് ഹീഡ് മീ, യു നീഡ് മീ, ഐ നോ, ഐ ആം ഷോയിങ് കൺസേൺ ദാറ്റ് എ സിസ്റ്റർ ഷുഡ് ഷോ, ഓൾത്തോ ഐ ആം എ വുമൻ ആൻഡ് റിയലി ഡോണ്ട് മാറ്റർ ഫോർ മെൻ തിങ്ക് ദാറ്റ് വുമൻ ജസ്റ്റ് പ്രാറ്റിൽ ആൻഡ് ചാറ്റർ. ഈ ഒരു ഭാഗത്ത് പ്ലോട്ടസ് അക്കാലത്തുള്ള സ്ത്രീകളെ എങ്ങനെയാണ് ജനങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അവർ സ്ത്രീകളെ വെറും ഒരു എന്താ പറയുക, സംസാരിക്കാൻ മാത്രമുള്ള, ഗോസിപ്പ് പറയാൻ മാത്രമുള്ള ഒരാളായിട്ടാണ് കണക്ക് കൂട്ടിയിരുന്നത്. അതായത് തീരെ വയസ്സായിട്ടുള്ള അഡ്വൈസ് ഒന്നും സ്ത്രീകളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലാണ് വുമണിനെ അവർ ചിത്രീകരിച്ച് കണ്ടിരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. യുനോമിയ പറയാണ്, എനിക്കറിയാം ഞാൻ പറയുന്നതൊന്നും നീ വലിയ കാര്യമായിട്ട് എടുക്കില്ല, അല്ലെങ്കിൽ ഞാൻ വെറുമൊരു സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു ചാറ്റർ, വെറും ഒരു സംസാരം മാത്രമുള്ളവരാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാൻ ആഗ്രഹിക്കുകയാണ്. നീ എന്ത് ചെയ്യരുത്, അവളെ കല്യാണം കഴിക്കണ്ട എന്നുള്ള രീതിയിലുള്ളൊരു അഡ്വൈസ് കൊടുക്കുകയാണ്. അവൾ ഹാപ്പി അല്ല, ആ ഒരു കല്യാണത്തിന് അവൾ ഹാപ്പി അല്ല എന്നുള്ളത് അറിയിക്കുകയാണ്. നിനക്ക് എന്ത് കിട്ടില്ല, ഡൗവറി ഒന്നും കിട്ടില്ല അവളെ കെട്ടുകയാണെങ്കിൽ, അല്ലേ, ഓൾറെഡി അവർ പാവപ്പെട്ടവരല്ലേ, അപ്പോൾ ഡൗവറി ഒന്നും കിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതാ യുനോമിയ ഏർജസ് ഹെർ ബ്രദർ ടു മാരി ആൻഡ് പ്രോമിസസ് ടു ഗെറ്റ് എ വുമൺ വിത്ത് എ ജാൻഡിക് ഡൗവറി. അതായത് വളരെയധികം റിച്ചായിട്ടുള്ള ആരെങ്കിലും കല്യാണം കഴിക്കുക, എന്നാൽ പിന്നെ നിനക്ക് വലിയ സ്ത്രീധനമൊക്കെ കിട്ടും. ബട്ട് ഇൻ ഫാക്ട് വൺ ഓഫ് എ മെലോ ഏജ്. പക്ഷേ ഒരു യങ് ലേഡിനെയും കൂടി നീ കല്യാണം കഴിച്ചോ എന്നുള്ള രീതിയിൽ എന്ത് കൊടുക്കുകയാണ്, അഡ്വൈസ് കൊടുക്കുകയാണ്. പക്ഷെ മെഗഡോറസിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, മെഗഡോറസ് പറയുന്നത് എനിക്ക് ഓൾറെഡി എല്ലാം ഉണ്ട്, പൈസയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, അപ്പോൾ എനിക്കിനി അത് വേണമെന്നൊന്നുമില്ല, ഡൗവറി പോലെയുള്ള ഒരു പൈസയൊന്നും എനിക്ക് വേണമെന്നില്ല, എനിക്ക് പക്ഷെ ആരെ വേണം, ഒരു യങ് ഗേളിനെയാണ് വേണ്ടത്. അപ്പോൾ യൂക്ലിയാൻ്റെ ഡോട്ടർ ഒരു യങ് ഗേളാണ്, അല്ലേ, ഫെഡറിയ ഒരു നല്ല യങ് ഗേളാണ്. അപ്പോൾ അവളെ മതി എന്നുള്ള വരികളാണ് അടുത്ത നമുക്ക് കാണാൻ വേണ്ടി പറ്റും. താങ്ക് ഹെവൻ ആൻഡ് അവർ ആൻസസ്റ്റേഴ്സ്, ഐ ആം റിച്ച് ഇനഫ്, ഐ ക്യാൻ ഡിസ്പെൻസ് വിത്ത് സോഷ്യൽ ക്ലൈംബിംഗ്, പ്രൈഡ് ആൻഡ് ക്വിഷി ഡൗവറീസ്, their shouting and their bossiness, their carriages of ivory. അപ്പോൾ ഇവിടെ മെഗഡോറസ് പറയുന്നുണ്ട്, ഡൗവറിയുമായിട്ട് വരുന്ന പെണ്ണുങ്ങന്മാർ, അതായത് സ്ത്രീധനത്തോടെ വരുന്ന പെൺകുട്ടികൾക്ക് എന്തുണ്ടാവും, അവർ കുറച്ച് ബോസിനെസ് കാണിക്കും, അവർ എൻ്റെ മേലെ അധികാരം കാണിക്കും. ഓൾറെഡി അവർ വലിയ റിച്ച് ആയതുകൊണ്ട് എൻ്റെ മേലെ അവർ അധികാരം കാണിക്കും. അപ്പോൾ പാവപ്പെട്ടൊരു പെണ്ണാണെങ്കിൽ എനിക്ക് അവളുടെ മേലെ അധികാരം കാണിക്കാൻ വേണ്ടി പറ്റും, അവൾ എൻ്റെ മേൽ കയറില്ല, എൻ്റെ തലയിൽ കയറുന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുതന്നെയാണ് ഇവിടെയും വേണ്ടി പറഞ്ഞു, അതേ പോയിൻ്റാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിന് ശേഷം മെഗഡോറസ് തീരുമാനിക്കുകയാണ് എന്ത്, അപ്പോൾ പിന്നീട് യുനോമിയോ എല്ലാം സെറ്റാക്കി, അതായത് സമ്മതിച്ചു, ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോ എന്നുള്ള രീതിയിൽ തന്നെ ആയി, അവർ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഇവിടെ നമുക്കൊരു അന്നത്തെ ഒരു സോഷ്യൽ സ്റ്റാറ്റസും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഒന്നിക്കൽ എന്തായിരിക്കണം, റിച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ യങ് ആയിരിക്കണം. അവരുടെ കല്യാണം നടക്കണമെങ്കിൽ ഒന്നിക്കൽ അവർ റിച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ യങ് ആയി, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നോളൂ. ഓക്കെ. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ റോമൻ ടൈമിലുള്ള സ്ത്രീകളുടെ അവസ്ഥ വളരെ മനോഹരമായിട്ട് പ്ലോട്ടസ് വളരെ കോമിക് മോഡിലൂടെ കാണിക്കുകയാണ്. സ്ത്രീകൾ ഏതെങ്കിലും ഒരു കാര്യം അവർ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ, അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് യൂക്ലിയോൻ്റെ അടുത്തേക്ക് മെഗഡോറസ് എത്തുകയാണ്, മാരേജ് പ്രപ്പോസലായിട്ട് അപ്പോൾ എത്തുമ്പോൾ യൂക്ലിയോക്ക് വളരെയധികം സംശയം തോന്നും. ഓൾറെഡി അദ്ദേഹം ഭ്രാന്തനെ പോലെ ആയിട്ടാണുള്ളത്, തൻ്റെ കയ്യിൽ ഇത്രപ്പാട് ഗോൾഡ് ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഹിഡൻ ഗോൾഡിൻ്റെ കാര്യം മെഗഡോറസ് അറിഞ്ഞോ, അതുകൊണ്ടാണോ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരുത്തം വന്നിട്ട് എൻ്റെ മകളെ ചോദിക്കുന്നതെന്നുള്ള സംശയം യൂക്ലിയോയിൽ വരികയാണ്. അതുകൊണ്ടാണോ മെഗഡോറസ് എൻ്റെ മകളെ ചോദിക്കുന്നത്, ഇവൻ അറിഞ്ഞോ എൻ്റെ വീട്ടിൽ സ്വർണ്ണമുള്ള കാര്യം, ആ സ്റ്റേഫില മിക്കവാറും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അതായത് സ്റ്റേഫില എന്ന് പറയുന്ന സ്ലേവ്. അപ്പോൾ അവളെ ത്രെട്ടൻ ചെയ്യുന്ന കോൺസിക്വൻസസ് ആണ് നമുക്ക് അവിടെ കാണിക്കാൻ വന്നത്. ഹി സസ്പെക്ട്സ് സ്റ്റേഫിലിയ ആൻഡ് ത്രെട്ടൻസ് കോൺസിക്വൻസസ് ബട്ട് ഓൾ ദിസ് ഈസ് situated in his absurdity. Read the following lines carefully. അപ്പോൾ യൂക്ലിയോ പറയാണ്, damning that Hux showed him the gold is clearly clear. അതെ, സ്റ്റേഫിൽ എന്തായാലും ഇവനിക്ക് എന്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഹിഡൻ ഗോൾഡ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇവൻ വന്നിട്ട് ആരെ ചോദിക്കുന്നത്, എൻ്റെ മകളെ ചോദിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പ്ലേയിൽ ഇങ്ങനെ ഡയലോഗ്സ് ഇങ്ങനെ യൂക്ലിയോ വന്നിട്ട് സ്റ്റേജിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓഡിയൻസിന് ഒരു ചിരി ഉണർത്തും. കാരണം ഓഡിയൻസിന് അറിയാലോ മെഗഡോറസ് വന്നത് അത് അറിഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ഒരു ചിരി ഉണർത്തുന്ന സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ മെഗഡോറസ് എന്ത് ചെയ്യും, പറയും എനിക്ക് ഡൗവറിയും കാര്യങ്ങളൊന്നും വേണ്ട. യൂക്ലിയോ ചോദിക്കും, ഞാൻ എങ്ങനെയാണ് നിനക്ക് ഡൗവറിയൊക്കെ തരാൻ, ഞാൻ പാവപ്പെട്ടവനല്ലേ, നീ എങ്ങനെയാണ് എൻ്റെ മകൾ ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മെഗഡോറസ് പറയും, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എനിക്ക് അവളെ മാത്രം മതി, പിന്നെ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയും. ഓക്കെ, അത്രയും കഴിയും. പിന്നെ അതിനുശേഷം യൂക്ലിയോ ഡസ് നോട്ട് ബിലീവ് മെഗഡോറസ് ഗെയിം ഓഫ് മാഗ്നാമിറ്റി ആൻഡ് സസ്പെക്ട് ദാറ്റ് ഹീസ് ആഫ്റ്റർ ദ ഗോൾഡ്. എന്നാലും യൂക്ലിയോക്ക് വിശ്വാസം ആകുന്നില്ല, ഇവന് അറിഞ്ഞിട്ട് തന്നെയാണ്, എൻ്റെ ഗോൾഡ് അറിഞ്ഞിട്ട് തന്നെയാണെന്നാണ് യൂക്ലിയോ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ യൂക്ലിയോ പിന്നെ പറയുന്ന ഡയലോഗ്സിൽ നമുക്ക് അന്നത്തെ സോഷ്യൽ ഹയറാർക്കി കാണാൻ പറ്റും. യൂക്ലിയോ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും പാവപ്പെട്ടവനായ ഞാനും പവർഫുള്ളായിട്ടുള്ള നീയും, അതായത് പിന്നെ വെൽത്തായിട്ടുള്ള നീയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഡിഫറൻസാണ് ഇനിയുള്ള വരികളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ദറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ യൂക്ലിയോ ആൻഡ് മെഗഡോറസ് റിവീൽസ് ദ അണ്ടർലൈയിങ് റൂൾസ് ഓഫ് ദ സൊസൈറ്റി ഓഫ് ദ ടൈംസ്. യൂക്ലിയോ അക്നോളജ് ഹിസ് സോഷ്യൽ സബ്സർവിനസ് ടു മെഗഡോറസ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് മണി. പൈസയിൽ അവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് അല്ലേ, മെഗഡോറസ് വലിയ പൈസക്കാരനാണ്, ഇദ്ദേഹം വളരെ പാവപ്പെട്ടവനാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ഹയറാർക്കി കമ്പയർ ചെയ്യുകയാണ് ഇവിടെ വരികളിൽ യൂക്ലിയോ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഡയലോഗ്സ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതിനുശേഷം യൂക്ലിയോ ഡിസപ്പിയർ ആകുകയാണ്, ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാണ്ട് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ മെഗഡോറസ് ടോൺ ഈസ് ഇൻ അസ്യൂമിങ് വൺ. ഹീ ഈസ് കൺവിൻസ്ഡ് ഓഫ് ഹിസ് ആക്ട് ഓഫ് മാഗ്നാമിറ്റി ഇൻ ദ ഫോം ഓഫ് ദ പ്രൊപ്പോസൽ എക്സ്റ്റെൻഡഡ് ടു യൂക്ലിയോ. ഹൗവർ മെഗഡോറസ് ക്ലോക്സ് ഡിസയർ ഇൻ ജനറോസിറ്റി ആൻഡ് ഇഗ്നോർസ് ദ ഫാക്ട് ദാറ്റ് ഹീ ഈസ് മച്ച് ഓൾഡർ ദാൻ ദിസ് യങ് ഗേൾ. ഇൻ എ സെൻസ് ഹീ ഈസ് പർച്ചേസിങ് ഹെർ വെർച്യു. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു വിലപേശലാണ് നടക്കുന്നത് അല്ലേ. തൻ്റെ യൂക്ലിയോൻ്റെ പിന്നെ മകളായ യങ് ഗേളിനെ അദ്ദേഹം എന്താണ്, കുറച്ച് മെഗഡോറസ് കുറച്ച് പ്രായമുള്ള ആളാണ്, എന്നിട്ടും ഒരു യങ് ഗേളിനെയാണ് അദ്ദേഹം കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അവളുടെ വേർച്യുയെ പർച്ചേസ് ചെയ്യാണ് യൂക്ലിയോ ഇവിടെ ചെയ്യുന്നത്. യുണോമിയാസ് പ്രൊപ്പോസൽ വെയർ ബൈ ഹി വുഡ് ഗെറ്റ് ആംബിൾ ഡൗറി ബട്ട് വുഡ് മാരി എ വുമൺ ക്ലോസർ ടു ഹിസ് ഏജ് മേക്സ് മോർ സെൻസ്, റെഫറിംഗ് ടു മെഗഡോറസ് മ്യൂസിങ്സ് ഓൺ മാരേജ് ആസ് എ ഗ്ലിംസ് ഇൻ ടു പോപ്പുലർ റോമൻ സൈക്കോളജി. അപ്പോൾ യുണോമിയ പറഞ്ഞിട്ടുണ്ട് ഡൗറി വാങ്ങിയിട്ട് നീ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് ഏജുള്ള ആളെ കല്യാണം കഴിക്കുന്നതിനേക്കാളും മെഗഡോറസിന് ആരെയാണ് ഇഷ്ടം, യങ് ഗേളിനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അവളുടെ വേർച്യു പർച്ചേസ് ചെയ്യുകയാണ് ഇവിടെ, ഒരു യങ് ഗേളിൻ്റെ വേർച്യു അദ്ദേഹം പൈസ വെച്ച് പർച്ചേസ് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കാണുന്നത്. അപ്പോൾ അതിനുശേഷം മെഗഡോറസും യൂക്ലിയും തമ്മിൽ എന്താണ് ഒരു തീരുമാനത്തിലെത്തുകയാണ്. യൂക്ലിയോ സമ്മതിക്കുകയാണ്, എൻ്റെ മകളെ നിനക്ക് തരാമെന്നുള്ളൊരു ഡീല് പോലെയാണ് അവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. വെൽ നൗ ഡസ് ദാറ്റ് മീൻ ഐ ഗെറ്റ് യുവർ ഡോട്ടർ ഓൺ. അപ്പോൾ യൂക്ലിയോ പറയും, ഓൺ കണ്ടീഷൻ ദാറ്റ് യു സ്റ്റിക്ക് ബൈ ദ അഗ്രിമെൻറ്റ് ഫോർ ദ ഡൗറി ദാറ്റ് വി. അതായത് യൂക്ലിയോ പറയാണ്, നീ സ്ത്രീധനൊന്നും വാങ്ങില്ലെങ്കിൽ ആ കണ്ടീഷനിലാണെങ്കിൽ ഓക്കെ. മെഗഡോറസ് പറയും ഡീൽ, അപ്പോൾ യൂക്ലിയോ പറയും ഡീൽ. അപ്പോൾ എന്താണ് അന്നത്തെ വുമണിൻ്റെ സിറ്റുവേഷനാണ് ഇവിടെയൊക്കെ കാണുന്നത്. അതായത് ആ ഫെഡ്രിയൻ്റെ ഒരു കൺസെൻറ്റ് വരെ ഇവർ ചോദിക്കുന്നില്ല, നിനക്ക് കല്യാണം കഴിക്കാൻ റെഡിയാണോ എന്ന് വരെ അവർ ചോദിക്കുന്നില്ല. ഇതൊരു എന്താ പറയുക, സാധാ ഒരു കച്ചവടം, ഒരു ബിസിനസ് പോലെയാണ് അന്നത്തെ സ്ത്രീകളെ അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. മാരേജൊക്കെ ഒരു ബിസിനസ് പോലെയാണ് ഉള്ളത്, ഒരു എഗ്രിമെൻ്റ് ആയിട്ടാണ്, മാർക്കറ്റ് പ്ലേസിലെ എഗ്രിമെൻ്റ് പോലെയാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി അടുത്തത് ദ സ്ലേവ് പാഗന്റ്. The slaves are an integral part of Plautus' world. പ്ലോട്ടസിൻ്റെ അധിക പ്ലേയിലും നമുക്ക് സ്ലേവ്സിനെ കാണാൻ പറ്റും. വെദർ ഇറ്റ് ഈസ് എ പ്ലേ ലൈക്ക് ദ ബ്രദേഴ്സ് മെനക്കമസ് ഓർ ദ ഹൗണ്ടഡ് ഹൗസ് ഓർ ദ ബ്രാഗേർഡ് സോൾജർ. ഇതൊക്കെ പ്ലോട്ടസിൻ്റെ വേറെയും വർക്ക്സ് ആണ് കേട്ടോ. ഇതിലൊക്കെ നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്, സ്ലേവ്സിനെ കാണാൻ പറ്റും. ഹ്യൂമർ അലൗസ് പീപ്പിൾ ടു ലാഫ് അറ്റ് ദ സബ്വേർഷൻ ഓഫ് പവർ. അപ്പോൾ ഇതൊക്കെ ഒരു ഹ്യൂമറിലൂടെയാണ് അദ്ദേഹം കാണിക്കുന്നത്. സ്ലേവും മാസ്റ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ഹ്യൂമറിലൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതൊക്കെ എന്താണ്, ആ ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്, അതായത് റോമൻ ഓഡിയൻസിന് ഒരു ബോധോദയം ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കാണിച്ചിട്ട്, അതായത് ഇവരെങ്ങനെയാണ് പിന്നെ സ്ലേവ്സിനെ ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം പ്ലേയിലൂടെ ഒരു കോമിക് മൂഡിലൂടെ കാണിച്ചിട്ട് അവരെല്ലാം ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ട്രൈ ചെയ്യുന്നത്. അതായത് അവരും മനുഷ്യരാണ്, അതായത് സ്ലേവ്സും മനുഷ്യരാണ്, അവരെ ഇങ്ങനെ നമ്മൾ പത്തറ്റിക്കായിട്ട് ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഐഡിയ റോമൻ ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് അദ്ദേഹം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ
വേറെ കാണിക്കുന്നത് അടുത്തതെന്ന് വെച്ചാൽ ഇവർ മാരേജ് ഡീൽ ചെയ്തതിന് ശേഷം യൂക്ലിയോൻ്റെ ഹൗസിലേക്ക് മെഗഡോറസ് കുറച്ച് സ്ലേവ്സിനെ അയക്കും. അതായത് ഇനി മാരേജാണ്, പെട്ടെന്ന് മാരേജ് നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂക്ലിയോ പാവപ്പെട്ട ആളാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അവിടുത്തെ വീട് പണി നടത്താനും, വീട് പണി മീൻസ് ഭക്ഷണം പാകം ചെയ്യാനൊന്നും ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ എന്താ, ഈ മെഗഡോറസ് കുറച്ച് സ്ലേവ്സിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. അപ്പോൾ യൂക്ലിയോ ഓൾറെഡി എവിടെ പോയിട്ടുണ്ട്, അദ്ദേഹം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയതാണ്, കല്യാണമല്ലേ, അപ്പം വാങ്ങാൻ വേണ്ടി പോയി. പക്ഷെ അദ്ദേഹം തിരിച്ച് വരിക ഒന്നും കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും വരില്ല. അദ്ദേഹം മൈസറാണല്ലോ, അദ്ദേഹം എന്തോ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടാണ് വരിക. അപ്പോൾ ഇനി അടുത്ത ഈ ഒരു സെക്ഷനിൽ കാണിക്കുന്നത് പിന്നെ ഒരു സ്ലേവ്സ് തമ്മിലുള്ള സംസാരം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതാ കുറച്ച് സ്ലേവ്സിൻ്റെ സംസാരമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുക. അത് പേജ് നമ്പർ 24 കേട്ടോ. 24 നമുക്ക് സ്ലേവ്സ് പറയുന്നതുണ്ട്. അതായത് സ്ട്രോബിലസ്, ആന്ത്രാക്സ് എന്നെല്ലാം പറഞ്ഞ സ്ലേവ്സിൻ്റെ നെയിംസാണത്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂക്ലിയോൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ യൂക്ലിയോൻ്റെ പിശുക്കത്തരത്തിനെ കുറിച്ചാണ് അവരവിടെ സംസാരിക്കുന്നത്. അത് നമുക്ക് വായിച്ചാൽ വളരെ ചിരിയുണർത്തുന്ന സംഭവങ്ങളാണ്. അത് സ്ട്രോബിലസ് പറയുന്നുണ്ട്, ജസ്റ്റ് സീ ഫോർ യുവർ സെൽഫ്, ഹീ കോൾസ് ഓൺ ഗോഡ്സ് ആൻഡ് മെൻ ടു വിറ്റ്നസ് ദാറ്റ് ഹീ ഈസ് ബാങ്ക്രപ്റ്റ്, totally wiped out. If but a smoky whisk blows from his twiggy fire, and at night he ties a bag around his mouth. Anthrax, why? Strobulus, so he won't lose any breath while he sleep. അതായത് ഉറങ്ങുമ്പം വരെ ശ്വാസം വരെ കളയാൻ അദ്ദേഹം മടിക്കും. അത്രയും പിശുക്കനാണ്, ഒരു ശ്വാസം വിടാൻ വരെ പിശുക്ക് കാണിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം കുറേ വരികളൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് പിന്നെ യൂക്ലിയോൻ്റെ മിസറിൽനെസ് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഒരു പിശുക്കത്തരം നമുക്ക് വളരെ മനോഹരമായിട്ട് ചിരിയുണർത്തുന്ന രീതിയിൽ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം പിന്നെ യൂക്ലിയോ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയല്ലോ. എംപ്റ്റി ഹാൻഡഡ് ആയിട്ടാണ് അദ്ദേഹം വരിക, ഒന്നും വാങ്ങില്ല. വിത്തൗട്ട് എനി ഫുഡ് ഓർ വൈൻ ഫോർ ഹിസ് ഡോട്ടേഴ്സ് വെഡിങ്, ഓൾ ഹി മാനേജസ് ടു ഗെറ്റ് വിത്ത് ഹിം ഈസ് എ പിഞ്ച് ഓഫ് ഇൻസെൻസ് ആൻഡ് എ ബ്ലൂം ഓർ ടു പ്ലേസ് അപ്പോൺ ദ ആൾട്ടാർ ഓഫ് അവർ ഹൗസ് ഹോൾഡ് ഗോഡ്. അതായത് ലാർ ഫെമിലിയാർസിൻ്റെ പിന്നെ അൾത്താറിൽ വെക്കാൻ കുറച്ച് പൂക്കൾ മാത്രം, അങ്ങനെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ മാത്രമേ അദ്ദേഹം പിന്നെ മാർക്കറ്റിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ. ആസ് പിന്നെ അദ്ദേഹം വരുമ്പോൾ കുറേ ആൾക്കൂട്ടം കാണും. അതായത് ഈ സ്ലേവ്സൊക്കെ അവിടെ ഉണ്ടല്ലോ, കുറേ സ്ലേവ്സിനെ അയച്ചല്ലോ മെഗഡോറസ്. അപ്പം അതൊക്കെ കണ്ടിട്ട് വീണ്ടും യൂക്ലിയോ പരിഭ്രാന്തരാകുകയാണ്. അദ്ദേഹം വിചാരിക്കുകയാണ്, അയ്യോ എൻ്റെ വീട്ടിലെ പോട്ട് ഓഫ് ഗോൾഡ് ഇവരൊക്കെ അറിഞ്ഞോ, ഇതെന്തിങ്ങനെ ആൾക്കാർ വന്നിട്ടിരിക്കുന്ന സ്ട്രേഞ്ചേഴ്സ് എന്താണ് ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം വിചാരിക്കും. ആസ് കോൺട്രിയോ ആൻഡ് ദ അതർ സെർവൻസ് ആർ പുഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്, ദ ടോൺ ഓഫ് എക്സാജറേഷൻ എംപ്ലോയിഡ് ഇൻ ദ പ്ലേ അലോസ് ദ സ്ലേവ്സ് ആൻഡ് സെർവൻസ് ടു വോയിസ് ദെയർ ഒപ്പീനിയൻ വിത്ത് ഈക്വൽ ഫിയേഴ്സ്നെസ് ആസ് ദെയർ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിനോട് സൗണ്ട് എടുത്തിട്ട് പിന്നെ വോയിസ് റേസ് ചെയ്യാൻ ഒക്കെയുള്ള ഒരു പിന്നെ ക്യാരക്ടേഴ്സാണ് ഇവിടെ ആര് കൊടുത്തിട്ടുള്ളത്. പ്ലോട്ടേഴ്സ് സ്ലേവ്സിനെയൊക്കെ അങ്ങനെയാണ് ചിത്രീകരിച്ചത്. അതായത് അവരുടെ മാസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്യാൻ തരത്തിലുള്ള പിന്നെ സ്ലേവ്സാണ് നമുക്ക് റോമൻ പ്ലേയിൽ കാണാൻ പറ്റുന്നത്, പ്ലോട്ടേഴ്സിൻ്റെ പ്ലേയിൽ. അപ്പോൾ അന്നേരത്തെ റോമൻ ടൈമിൽ സ്ലേവ്സൊക്കെ എല്ലാം സഹിച്ചും നിൽക്കുന്ന ആൾക്കാരാണല്ലോ, അവരൊന്നും ചോദ്യം ചെയ്യാറില്ലായിരുന്നു. പക്ഷേ റോമൻ പ്ലേയിൽ ഇതിലൂടെ പ്ലോട്ടസ് എങ്ങനെയാണ് സ്ലേവ്സിനെ ചിത്രീകരിച്ചത്, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചോദ്യം ചെയ്യാനും വോയിസ് റേസ് ചെയ്യാനും ഒക്കെ പ്രാപ്തരായിട്ടുള്ള സ്ലേവ്സ് ആയിട്ടാണ് റോമൻ പ്ലേയിൽ പ്ലോട്ടസ് സ്ലേവ്സിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ അത് പറയുന്നത് യൂക്ലിയോ കോൺഗ്രിയോ എന്ന് പറയുന്ന ഒരു സ്ലേവിനെ, ഒരു സെർവൻറ്റിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് അവൻ കള്ളനാണ്, അവന് എൻ്റെ പോട്ട് ഓഫ് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് അവനോടുള്ള കോൺവെർസേഷനാണ് നമുക്ക് അടുത്ത കാണിക്കാൻ പറ്റുന്നത്. യൂക്ലിയോ, സ്റ്റോപ്പ് തീഫ്, അതായത് നിർത്ത് കള്ള എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രിയോ പറയുന്നത്, വാട്ട്സ് ഓൾ ദിസ് ഷൗട്ടിങ് ഫോർ യു ഫൂൾ, നീ എന്തിനാണ് എന്നോട് ഈ രീതിയിൽ സംസാരിക്കുന്നത്, ഫൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാസ്റ്ററിനോടാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിലൊക്കെ എന്താ കാണിക്കുന്നത്, സ്ലേവ്സ് അവർ വോയിസ് റേസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ യൂക്ലിയോ പറയുന്നുണ്ട്, ഷൂട്ടിംഗ് ഫോർ എ പോലീസ് മാൻ ടു അറസ്റ്റ് ചെയ്യും, നിന്നെ എന്തായാലും ഒരു പോലീസ്മാനെ കൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യും. അപ്പോൾ കോൺഗ്രിയോ ചോദിക്കും, വൈ, വാട്ട് ഫോർ? അപ്പോൾ യൂക്ലിയോ പറയും, ക്യാരിങ് എ നൈഫ്, നീ എന്തിനാണ് കയ്യിൽ കത്തിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ യൂക്ലിയോക്ക് അറിയില്ല അദ്ദേഹം ഒരു കുക്കാണ്, മെഗഡോറസ് ഇവിടത്തേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി അയച്ചൊരു കുക്കാണെന്നൊന്നും അറിയില്ല. അപ്പോൾ യൂക്ലിയോ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കുക്ക് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ബ്ലേഡ് വേവ് ചെയ്തിട്ട് പറയും, ഞാൻ കുക്ക് ചെയ്യാനാണ്. അപ്പോൾ യൂക്ലിയോ പറയും, ഡോണ്ട് ത്രെറ്റൻ മീ, എന്നെ നീ ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്, അവർ തമ്മിലുള്ള കുറച്ച് ഡയലോഗ്സ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സം അപ്പ്. നമുക്ക് സമപ്പിലേക്ക് പോവാം. ഇൻ ടേംസ് ഓഫ് ദ പ്ലോട്ട് ലൈൻ യു ക്യാൻ സീ ഹൗ ദ പ്രൊലോഗ്,
ആദ്യം നമ്മൾ പ്രൊലോഗ് കണ്ടു. ആരാണ് പ്രൊലോഗിൽ വരുന്നത്? ലാർ ഫെമിലിയാരിസ് വന്നിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതായത് യൂക്ലിയോൻ്റെ ഡോട്ടറിൻ്റെ കല്യാണം ഒരു ഹാപ്പി എൻഡിങ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. യൂക്ലിയോൻ്റെ ഡോട്ടറായ ഫെഡറിയ റേപ്പ്ഡ് ആണ്, എങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവൾക്ക് ആക്കി കൊടുക്കും. എല്ലാം അവളുടെ ലൈഫ് ഒക്കെ ഒന്ന് പഴയ പോലെ തന്നെ ലെവലാക്കി കൊടുക്കും. അവൾക്ക് നല്ലൊരു കല്യാണാലോചന വരും. പിന്നെ അതിനുശേഷം ആരെക്കൊണ്ടാണ് കല്യാണം കഴിപ്പിക്കുക? അവളെ ആരാണോ റേപ്പ് ചെയ്തത് അവനെ കൊണ്ട് തന്നെ അവളുടെ കല്യാണം ഞാൻ നടത്തിപ്പിക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി, മെഗഡോറസ് എന്തായാലും യൂക്ലിയോ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, അവരുടെ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഐഡിയ ഓൾറെഡി നമുക്ക് അറിയാമല്ലേ, ഓഡിയൻസിനും അറിയാം. റോമൻ ഓഡിയൻസിന് മുന്നിൽ പ്രൊലോഗിൽ വന്നിട്ട് ലാർ ഫെമിലിയാരിസ് പറയുന്നുണ്ട്. പിന്നെ ഡിസ്കഷൻ ഓഫ് മാരേജ് ഗിവ്സ് അസ് എ വ്യൂ ഓഫ് ദ പൊസിഷൻ ഓഫ് വുമൺ വിത്തിൻ മാരേജ്. അതൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു സ്ത്രീയുടെ അവസ്ഥ, അന്നേരത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു. പിന്നെ റോൾ ഓഫ് ദ സ്ലേവിൻ്റെ റോൾ എന്താണ് കാലഘട്ടത്തിൽ എന്നും ഒക്കെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെയാണ് ഈ കഥയിൽ സംഭവിക്കുന്നത്, ഈ പ്ലേയിൽ സംഭവിക്കുന്നതൊക്കെ അടുത്ത പാർട്ടിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ മാത്രമേ എനിക്ക് വീണ്ടും കുറേ ചാപ്റ്ററൊക്കെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരാൻ വേണ്ടി പറ്റുള്ളൂ, അതിനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.